എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇന്ന് മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 29 തീയതി വരെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷകൾ വിവിധ ദിനങ്ങളിലായിട്ട് നടക്കുന്നത്. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും രണ്ടിനും അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് 2 പരീക്ഷകളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഫാർമസിയുടേത് അതുപോലെ എഞ്ചിനീയറിംഗിൻ്റേത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ദിവസം പോയിട്ട് പരീക്ഷ നിർബന്ധമായിട്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളൊരു ഓതറൈസ്ഡ് ID കാർഡ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ ഒരു ഓതറൈസ്ഡ് ID കാർഡ്, അതായത് ഒരു തിരിച്ചറിയൽ രേഖയും എടുക്കണം. അപ്പോൾ ഈ ഒരു തിരിച്ചറിയൽ രേഖയിൽ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, ആധാർ കാർഡ്, അതുപോലെ ആധാർ, അതല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ റേഷൻ കാർഡ്, അല്ലെങ്കിൽ ക്ലാസ് 12 ഹാൾ ടിക്കറ്റ് ഓർ അഡ്മിറ്റ് കാർഡ്, അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്, എല്ലാ ഈ ഒരു പറഞ്ഞ ഡോക്യുമെൻറ്റിൻ്റെ കൂടെയും ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ID കാർഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങളാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആ ഒരു ആധാർ കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദീസ് ഡോക്യുമെൻറ്റ് കാൻഡിഡേറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിറ്റി ഒബ്റ്റൈൻ ഫ്രം ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ കാൻഡിഡേറ്റ് കംപ്ലീറ്റഡ് ഹിസ് ഹെർ +2 ഓർ ഫ്രം ഗസ്റ്റഡ് ഓഫീസർ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അതായത് പ്രിൻസിപ്പാൾ ഉണ്ടാവും. പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ പതിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ ഒരു ഗസ്റ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നും, അതായത് സ്കൂളിലെ അധ്യാപകരൊക്കെ ഗസ്റ്റഡ് ഓഫീസറായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയാകും. സാധാരണ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ദ സർട്ടിഫിക്കറ്റ് ഷുഡ് കണ്ടെയ്ൻ എ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗസ്റ്റഡ് ഓഫീസർ ആസ് ദ കേസ് മേ ബി. അതായത് നിങ്ങൾക്ക് നിങ്ങൾ സ്കൂളിൽ നിന്ന്, അതായത് ഈ ഒരു ID കാർഡൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ആ ഒരു സ്കൂളിലാണ് നിങ്ങൾ +2 പഠിച്ചതെന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പ്രിൻസിപ്പാൾ നൽകും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ പതിക്കുകയും ആ ഒരു ഫോട്ടോ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 23 തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ ഈ ഒരു 29 തീയതി വരെ വിവിധ ദിനങ്ങളിലായിട്ടാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ നന്നായിട്ട് പഠിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും, അതായത് എക്സാം സെൻറ്ററിൽ ഒരു 2 മണിക്കൂർ നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരും. അതായത് എങ്ങനെ ഈ ഒരു പരീക്ഷ എഴുതണം എന്ന് സംബന്ധിച്ച് ചെറിയൊരു, അതായത് കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുക. ഫാർമസിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിക്ക് പരീക്ഷ എഴുതുക. ഇവ രണ്ടിനും, അതായത് എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും പരീക്ഷ 2 ദിവസങ്ങളായിട്ടാണ്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ദിവസം പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു മെഡിക്കൽ കോഴ്സ്, അതായത് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡിനും ആർക്കിടെക്ചറും ഇതിൽ പരീക്ഷയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗിനും അതുപോലെ ഫാർമസിക്കും ഇവ രണ്ടിനും മാത്രമായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. ഈ ഒരു രണ്ടിനും അപേക്ഷിച്ച വിദ്യാർത്ഥികൾ 2 പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് എഞ്ചിനീയറിംഗിനും മറ്റൊന്ന് ഫാർമസിക്കുള്ളതും. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവേശന പരീക്ഷകൾ ഇതിനിടയിലുള്ള വിദ്യാർത്ഥികൾ ഇമെയിൽ മുഖാന്തരം CE ഓഫീസിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു ടൈം ടേബിളിൽ ചെറിയൊരു സമയമല്ല, ആ ഒരു ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പുതിയ അഡ്മിറ്റ് കാർഡ് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾ വീണ്ടും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷയാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിന് നാറ്റ പരീക്ഷയാണ്. നാറ്റ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആഴ്ചയിൽ 2 ദിവസം നടക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ആർക്കിടെക്ചറിൽ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാതെയും പരീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കീമിനും
അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും പരീക്ഷ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ പിന്നീട് ഇതിൻ്റെ ആ ഒരു എഞ്ചിനീയറിംഗിൻ്റെയും അതുപോലെ ഫാർമസിയുടെയും നിങ്ങൾ ഏത് പരീക്ഷയാണോ എഴുതാത്തത് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. പിന്നീട് വീണ്ടും എഴുതാൻ ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പിന്നീട് ചാൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ CE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ മെയിൽ മുഖാന്തരം നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ ഈ ഒരു 29-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ, അതായത് നിങ്ങൾക്ക് ഏത് ദിവസമാണോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആ ഒരു ദിവസം തന്നെ പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.